നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം മഴ പെയ്യുന്നത് എപ്പോഴാണെന്ന് നമ്മൾ പറയാറുണ്ട്. ചുഴലിക്കാറ്റുകൾ കരയിലേക്ക് അടിക്കുമ്പോൾ നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാറുണ്ട്. ഗ്രഹങ്ങളുടെ സ്ഥാനവും അതുപോലെ തന്നെ നമ്മൾ വിക്ഷേപിക്കുന്ന റോക്കറ്റ് പോകുന്നതും പേടകങ്ങൾ വലിയ വിദൂരതയിലുള്ള ഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ സംഭവങ്ങൾ ഉണ്ടാകുന്നതും ഉൾപ്പെടെ ഒരു പക്ഷേ നമ്മുടെ ആകാശത്തു കൂടി പോകുന്ന മീറ്റിയോറുകളുടെ ലൊക്കേഷനും അത് വരാൻ സാധ്യതയുള്ള സമയങ്ങളും വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതിൽ നിന്ന് നമുക്കറിയാം, നമുക്ക് കൃത്യമായിട്ട് ലോകത്തിൻ്റെ എല്ലാ പാർട്ടിക്കിളുകളുടെയും എല്ലാ സംഭവങ്ങളുടെയും സ്വാധീനവും ചലനവും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് കൃത്യമായി സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ സത്യത്തിൽ ഈ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിൽ നമുക്കും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൂടെ? ഇതിൽ നിന്ന് വീണ്ടും ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മളെന്ന് പറയുന്നതും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. പ്രപഞ്ചത്തിലുള്ള പ്രധാനപ്പെട്ട പാർട്ടിക്കിളുകൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കോടിക്കണക്കിന് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ പാർട്ടിക്കിളുകളുടെ സ്വഭാവത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഹ്യൂമൻ ബിഹേവിയർ കണക്കാക്കാൻ കഴിയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിക്ക് ആളുകളുടെ തോട്ടും അവരുടെ ചിന്തയും അവരുടെ തീരുമാനങ്ങളും ഒക്കെ തന്നെ പ്രവചിക്കാൻ കഴിയില്ലേ? അതാണ് ഡിറ്റർമിനിസ്റ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ. അത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ അതിശക്തമായിട്ട് തത്വചിന്തകരും അതുപോലെ തന്നെ തിയോളജിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും ഒക്കെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകളുള്ളൊരു കാര്യമായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൂടെ കുറച്ചുകൂടി കൂടുതൽ ശാസ്ത്ര ഗവേഷണം ആഴത്തിലേക്ക് പോകാൻ തുടങ്ങി. ഗവേഷകർ ഈ കാണുന്ന രീതിയിൽ ചുറ്റുപാടുകളെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനവും നക്ഷത്രങ്ങളുടെ സ്ഥാനവും മനസ്സിലാക്കുക മാത്രമല്ല, പകരം നമ്മുടെ കയ്യിലുള്ള പദാർത്ഥങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ഉള്ളിലേക്കും ആഴത്തിലേക്കും നോക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ നമ്മൾ കാണുന്ന പദാർത്ഥങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന കണങ്ങളായിട്ടുള്ള ആറ്റം എന്ന് പറയുന്നത് ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള അകത്തേക്ക് പോകാൻ കഴിയാത്ത ഒന്നല്ല എന്നും ആറ്റങ്ങൾക്കുള്ളിൽ മനുഷ്യന് നേരിട്ട് കാണാൻ കഴിയാത്ത പദാർത്ഥങ്ങളുണ്ട് എന്നും മനസ്സിലാക്കിയപ്പോൾ സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ സൂക്ഷ്മ തലത്തിലുള്ള കണികകളുടെ തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അവിടെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളതും പ്രവചിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിശദീകരണമാണ് പിന്നീട് ഭൗതികശാസ്ത്രം മനസ്സിലാക്കുന്നത്. ഏകദേശം ആൽബർട്ട് ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി തിയറിയൊക്കെ കണ്ടെത്തി അതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് പല ഗവേഷകരും ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പദാർത്ഥത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നത്. അതിൽ നിന്നാണ് ഈ ഡിറ്റർമിനിസം അല്ലെങ്കിൽ മുൻകൂട്ടി കണക്കാക്കി വച്ചിരിക്കുന്നതാണ് പ്രപഞ്ചമെന്നും നമുക്ക് ഇക്വേഷൻസും മറ്റുമുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിളുകളൊക്കെ കുറിച്ച് അറിയാമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്ന ആശയത്തിന് മുകളിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം ഉയർത്തുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രീ വില്ലിനെ കുറിച്ചാണ്, ഇച്ഛാവാദത്തെക്കുറിച്ചാണ്. ഈ ഇച്ഛാവാദം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വതന്ത്രമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയുണ്ടോ, അതോ മറ്റാരെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങളുടെയോ വിധിയുടെയോ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഭൗതികശാസ്ത്രപരമായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അത് വെറുതെ നമുക്ക് പറഞ്ഞാൽ പോരാ. അതിനകത്ത് പലതരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സങ്കീർണമായ ഏടുകൾ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് അവസാനം വരെ നോക്കാം. ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹെയ്സൻബർഗാണ് സത്യത്തിൽ ഈ ഡിറ്റർമിനിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആൾറെഡി നിർണ്ണയിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത് എന്ന കാര്യത്തിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ സ്ട്രൈക്ക് കൊടുക്കുന്നത്. അത് 1927 ഹെയ്സൻബർഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ബ്രേക്കിംഗ് ബാഡിലെ ഹെയ്സൻബർഗ് അല്ല, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിലെ തിയറി മുന്നോട്ട് കൊണ്ടുവന്ന ഹെയ്സൻബർഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിലൂടെയാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ ചെറിയ പദാർത്ഥങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അതിനകത്തുള്ള ഇലക്ട്രോണുകളെയും അതുപോലെ തന്നെ ഫോട്ടോണുകളെയും കുറിച്ച് പഠിക്കുന്ന സമയത്താണ് ലാപ്ലേസ് മുന്നോട്ട് വെച്ച എല്ലാം തീരുമാനിക്കപ്പെട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരു ഇളക്കം തട്ടുന്നത്. അതായത് നമുക്കൊരു വളരെ ചെറിയ പദാർത്ഥങ്ങളുടെ പാർട്ടിക്കിളുകളുടെ സ്ഥാനത്തെയോ അതിൻ്റെ മൊമെൻ്റത്തെയോ കൃത്യമായ രീതിയിൽ ഒരേ സമയം അളക്കാൻ കഴിയില്ല, വളരെ കൃത്യതയോടുകൂടി അളക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അതായത് ഒരു വസ്തു, ഒരു ഇലക്ട്രോണോ ഫോട്ടോണോ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആക്കം, അതിൻ്റെ വെലോസിറ്റിയൊക്കെ കൊണ്ടുണ്ടാകുന്ന, അതിൻ്റെ മാസും വെലോസിറ്റിയും കൊണ്ടുണ്ടാകുന്ന ആക്കത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, മൊമെൻ്റത്തെ കണ്ടെത്താൻ കഴിയില്ല. മൊമെൻ്റം നമ്മൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെയാകുമ്പോൾ ഇത് രണ്ടിനെയും കൃത്യമായി ഒരേ സമയം അളക്കാൻ കഴിയില്ല. രണ്ട് പ്രധാനപ്പെട്ട സ്വഭാവങ്ങളാണ് പാർട്ടിക്കിളിനുള്ള പൊസിഷനും അതിൻ്റെ വെലോസിറ്റി കൊണ്ടുള്ള മൊമെൻറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ആ പാർട്ടിക്കിളിൻ്റെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് പ്രെഡിക്റ്റബിലിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഹെയ്സൻബർഗ് നോക്കുന്ന സമയത്ത് മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ ഒരു തരത്തിലും മൊമെൻ്റവും അതിൻ്റെ ഒരു സ്ഥാനവും നമുക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി. ഇതിൽ നിന്നാണ് സത്യത്തിൽ പദാർത്ഥത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവത്തിനകത്ത് ഫിക്സ് ചെയ്തു വച്ചിരിക്കുന്ന കുറേ പ്രകൃതിയുടെ നിയമങ്ങൾ മാത്രമല്ല ഉള്ളതെന്നും ഈ റാൻഡമായിട്ടുള്ള, അതായത് നമുക്ക് കൃത്യമായിട്ട് അളക്കാനോ
പ്രവചിക്കാനോ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളും വളരെ ചെറിയ തലത്തിലേക്ക് പോകുമ്പോഴുണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെ ലാപ്ലേസ് കൊണ്ടുവന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഡിറ്റർമിനിസം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഉള്ളിലേക്ക് യാദൃച്ഛികതയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ ഹെയ്സൻബർഗിൻ്റെ കണ്ടെത്തലിലൂടെ പുതിയ ഒരു മാറ്റമുണ്ടായി. ക്വാണ്ടം ലെവലിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് വർക്ക് മെക്കാനിസം അല്ല, പകരം അത് ഒരുപാട് സാധ്യതകളുടെയും പ്രവചനാതീതമായ കാര്യങ്ങളുടെയും ഒരു ലോകമാണെന്നും പാർട്ടിക്കിളുകൾ നമ്മൾ പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ മാത്രമല്ല സഞ്ചരിക്കുന്നതെന്നും പകരം അത് പലതരത്തിലുള്ള നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരേറെക്കുറെ പാറ്റേണുകളിലൂടെയാണ് സ്വഭാവം കാണിക്കുന്നത് എന്നും ശാസ്ത്രലോകം മനസ്സിലാക്കി. അത് സാധ്യതകൾ മാത്രമാണ്. ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റിലും എവിടെ കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ കാണുമെന്ന് നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അതിനെ കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഏരിയ ഓഫ് ക്ലൗഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മെഷർമെൻറ്റ് നടത്തിയാൽ നമ്മുടെ പ്രവചനം കൃത്യമാകണമെന്നില്ല. നമ്മളൊരു 100 മെഷർമെൻറ്റ് നടത്തിയാൽ ഒരു ഭൂരിഭാഗം സമയവും എവിടെ ആയിരിക്കാം എന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് ഞാൻ സിമ്പിളി പറഞ്ഞു വന്നത്. അതിൻ്റെ അർത്ഥം ഒരിക്കലും സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ഗ്രഹത്തിന് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പാത ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എക്ലിപ്സൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അസാധ്യമാണോ എന്നുള്ളതല്ല. പക്ഷേ ലാർജ് സ്കെയിലിൽ നോക്കുന്ന സമയത്ത് നമുക്കെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ ലാർജ് വസ്തുക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ പദാർത്ഥങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് പദാർത്ഥങ്ങൾ ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള സ്വഭാവം കാണിക്കുന്നു. ക്ലൗഡ് ഓഫ് പ്രോബബിലിറ്റീസ് മാത്രമാണ് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം, അതായത് ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനിസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയും കൃത്യമായ ഇക്വേഷനുകളിലൂടെയും നമുക്ക് തെളിയിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചമെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് തരുന്നത്. അതായത് നമ്മുടെ ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചനങ്ങൾ നടത്താനും കഴിയുന്നതിലൂടെ സയൻസിനെയും ടെക്നോളജിയെയും കൂടുതൽ അഡ്വാൻസ്മെൻറ്റിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. ഒരു മൊബൈൽ ഫോണിലേക്ക് വിളിച്ചാൽ 100% ആ ഫോണിൽ കോൾ എത്തണമല്ലോ, അതിലേക്ക് സിഗ്നലുകൾ എത്തണം, എങ്കിലേ അത് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റൂ. അല്ലാതെ നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇത്ര സാധ്യതയാൽ ആ മെസ്സേജ് അവിടെ എത്താൻ പറ്റും, വിശ്വസിക്കാൻ പറ്റില്ല, ഇതൊന്നും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണെങ്കിൽ ആ ശാസ്ത്രത്തിൻ്റെ മെത്തേഡ് തെറ്റുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പേടകത്തെ ചൊവ്വയിലേക്ക് അയക്കുമ്പോൾ അത് എപ്പോൾ ചൊവ്വയിലെത്തും എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നോളജും എക്സ്പീരിയൻസും മനസ്സിലാക്കുമ്പോൾ നമ്മളത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് അത് റിലയബിൾ ആണ് എന്ന് തെളിയിക്കണം. ഇതിനൊക്കെ തന്നെ നമുക്ക് വളരെ ഫിക്സഡ് ആയിട്ടുള്ള ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള നിയമങ്ങൾ ആവശ്യമുണ്ട്. അത് നമുക്ക് വളരെ കംഫർട്ട് തരുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ബ്ലാക്ക് ഹോളുകളുടെ ചിത്രമെടുക്കാനും അന്യഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും വളരെ കൃത്യമായിട്ട് പേടകങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗവേഷണങ്ങൾ നടത്താനും ഒക്കെ സാധിക്കുന്നത്. അത് ശരി തന്നെയാണ്. എന്നാൽ നമുക്ക് ആ ഒരു വലിയ വേൾഡ് വ്യൂവിൽ നിന്നും ചെറിയ വേൾഡ് വ്യൂവിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്താണ് ക്വാണ്ടം മെക്കാനിക്സ് പണി തരുന്നത്, റാൻഡംനെസ് എന്ന് പറയുന്ന പണി തരുന്നത്. കുറച്ചുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പദാർത്ഥത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിളുകളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള അൺസർട്ടനിറ്റി മാത്രമല്ല, ക്വാണ്ടം ജമ്പുകളെന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറുകളും ഉണ്ട്. അതായത് ഒരു ഇലക്ട്രോൺ 2 പ്രധാനപ്പെട്ട എനർജി ലെവൽ, അതായത് അത് ഒരു ആറ്റത്തിൻ്റെ അകത്ത് 2 പ്രധാനപ്പെട്ട എനർജി ലെവലിൽ നിൽക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് കൂടുതൽ സമയം ഒരു എനർജി ലെവലിൽ നിൽക്കാം, കുറച്ച് സമയം മറ്റൊരു എനർജി ലെവലിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും കൃത്യമായിട്ട് അത് എവിടെയാണ് നിൽക്കുന്നതെന്നും എന്തുകൊണ്ടാണ് 2 എനർജി ലെവലിലേക്ക് ചാടി കളിക്കുന്നത് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നവും ക്വാണ്ടം ജമ്പ് എന്ന് പറയുന്ന കാര്യത്തിൽ പറയാൻ പറ്റും. ഇനി ഞാനിത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നീണ്ടുപോകാൻ സാധ്യതയുള്ളത്. ഒരു ഡൈസ് നമ്മൾ കറക്കിയിട്ട് ഇടുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് 1 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും നമ്പർ കിട്ടാൻ കഴിയും. അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്ലിയർ ആയിട്ട് ഡൈസ് ഇടുന്ന സമയത്ത് ഡൈസിൻ്റെ ഏത് ഫേസാണ് മുകളിലേക്ക് വരിക എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഫേസും 6-1 സാധ്യത വരാൻ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഡൈസ് ഇടുന്ന സമയത്ത് ഡൈസിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നു, അതിൻ്റെ സർഫസ് പ്രോപ്പർട്ടി മനസ്സിലാക്കുന്നു, അന്തരീക്ഷത്തിൻ്റെ സ്വഭാവവും ഇടുന്ന ആളിൻ്റെ വെലോസിറ്റിയൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ ഒരു പർട്ടിക്കുലർ നമ്പർ വരാനുള്ള സാധ്യത നമുക്ക് അറിയാൻ പറ്റും. കാരണം ഡൈസ് നമ്മൾ കറക്കിയിടുന്നതിന് മുമ്പ് അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ മനസ്സിലാക്കുകയും നമ്മളതിൻ്റെ മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. എന്നാൽ അതിനകത്ത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ തലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചില ഘടകങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വരുന്നത്. ഈ റാൻഡംനെസ്സിന് തെളിവുകളുണ്ടോ? അതായത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തലത്തിലേക്ക് പോകുമ്പോൾ അൺസർട്ടനിറ്റി ഉണ്ട് എന്നും ക്വാണ്ടം ജമ്പ് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു. അതിന് തെളിവുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്.
അതായത് നമ്മൾ പലപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്ന് പറയാറുണ്ട്. അതായത് സെൻഡ് ചെയ്യുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും മാത്രമാണ് ഈ മെസ്സേജിനെ കുറിച്ചുള്ള അറിവുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് ഈ തരുന്ന സർവീസ് പ്രൊവൈഡറിന് പോലും ഇതിൽ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും. അതിന് പ്രധാനമായിട്ടും സഹായിക്കുന്നത് കോഡുകളാണ്. ഈ കോഡുകളെന്ന് പറഞ്ഞാൽ റാൻഡം ആയിരിക്കും. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ള കോഡുകളാണ് ജനറേറ്റ് ചെയ്യപ്പെടുക. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഹാക്ക് ചെയ്യാൻ പറ്റും. അതേസമയത്ത് നമ്മൾ ഈ കോഡുകൾ ജനറേറ്റ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സഹായത്തോടു കൂടി മെഷീൻസിൻ്റെ ഉള്ളിലാണ്. ഇതുപോലെ തന്നെ ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം നമ്മൾ നമ്പറുകൾ ജനറേറ്റ് ചെയ്യുകയോ കോഡുകൾ ജനറേറ്റ് ചെയ്യുകയോ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ വന്നു എന്ന് നമുക്കറിയാത്തതുകൊണ്ട്, ഇപ്പോൾ റാൻഡമായിട്ട് നമുക്കൊരു ആറക്ക നമ്പർ വേണം. നമ്മൾ കീയിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ആറക്ക നമ്പർ കാണിക്കുമ്പോൾ എന്തുറപ്പുണ്ട് അത് റാൻഡമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അകത്തുള്ള എനർജി ലെവലുകളുടെ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ ആ കോഡുകൾ ജനറേറ്റ് ചെയ്യുക. ആ എനർജി ഡിഫറൻസ് എപ്പോഴുണ്ടായി, എങ്ങനെ ഉണ്ടായി, എന്ത് റീസൺ കൊണ്ടുണ്ടായി എന്നറിയാൻ കഴിയില്ല. അത് റാൻഡമായിട്ടുണ്ടായ എനർജി ലെവൽ ചേഞ്ചാണ്. ആ ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഡ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് കോഡ് ഉണ്ടായി എന്നും അടുത്ത കോഡ് എന്താണ് എന്നും ആളുകൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ ഹാക്കിംഗ് നടക്കില്ല. ഇങ്ങനെയാണ് പലതരത്തിൽ ഇപ്പോൾ നമ്മൾ സാമ്പത്തിക മേഖലയിലേക്ക് പോയി കഴിഞ്ഞാലും കമ്പ്യൂട്ടിംഗ് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ റാൻഡംനെസ് ഉപയോഗിച്ച് പല ടെക്നിക്കുകളും ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ വലിയ കാര്യങ്ങളാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാർട്ടിക്കിളിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ റാൻഡംനെസ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള പാറ്റേണുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൃത്യമായ രീതിയിൽ ചേർത്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടേസ്റ്റ് കിട്ടും എന്ന് പറയാറുണ്ടല്ലോ. അതേസമയം നല്ല രീതിയിൽ നമ്മളൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കി വെച്ചു. നമ്മൾ എല്ലാ ദിവസവും ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കും, എല്ലാ ദിവസവും ഒരേ ടേസ്റ്റാണ്. കാര്യം നമുക്ക് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാം. ഇത്ര ടെമ്പറേച്ചർ, ഇത്ര സമയം പാത്രം ചൂടാക്കി അതിലേക്ക് നമ്മൾ കൃത്യമായി സാധനങ്ങൾ ഇടുന്നു, നല്ല ഗോബി മഞ്ചൂരി കിട്ടുന്നു. പക്ഷേ അതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ടേസ്റ്റ് കാണിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ അതിലേക്ക് ഇട്ടാൽ ഓരോ ദിവസവും പല ടേസ്റ്റിലുള്ള എൻഡ് റിസൾട്ടായിരിക്കും കിട്ടുക. അതാണ് ഈ അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ പല മേഖലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പല ഇടത്തും ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ റാൻഡംനെസ് പല രീതിയിൽ സ്വാധീനിക്കുന്നതായിട്ട് കാണാം. ഉദാഹരണത്തിന് കാലാവസ്ഥ. നമുക്ക് കൃത്യമായിട്ട് കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയില്ല. ഇന്ന് മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞാൽ അതിനൊരു സാധ്യത മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അന്തരീക്ഷത്തിൽ മഴ പെയ്യാൻ കാരണമാകുന്ന ഒരുപാട് എലമെൻറ്റുകളുണ്ട്. ഒരുപാട് വാട്ടർ മോളിക്യൂളുകളും എയർ മോളിക്യൂളുകളും അതിൻ്റെ സ്വഭാവവും ഭൂമിയുടെ ആകമാനമുള്ള ചൂടും അതിൻ്റെ ഓരോ ലെയറുകളിലുള്ള ഡിഫറൻസുകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്താലും എന്തെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും നമ്മൾ പറയുന്ന രീതിയിൽ വെതർ വരാതിരിക്കുകയും ചെയ്യാം. ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഉദാഹരണമാണ്. പലപ്പോഴും എവല്യൂഷനെക്കുറിച്ച് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇവോൾവ് ചെയ്യാത്തത് എന്തേ, നമ്മൾ കാണുമ്പോൾ ഇവോൾവ് ചെയ്യാത്തത് എന്തേ, ഭാവിയിൽ മനുഷ്യൻ എങ്ങനെ ഇവോൾവ് ചെയ്യും, അന്ന് ഇവോൾവ് ചെയ്തത് ഇന്നുണ്ടോ, ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. ഈ എവല്യൂഷൻ എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ജീവൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകമായിട്ടുള്ള ഈ DNA-യിലും RNA-യിലും ഉണ്ടാകുന്ന റാൻഡമായിട്ടുള്ള മ്യൂട്ടേഷൻസാണ്. ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് തന്നെ റാൻഡമാണെന്ന് നമ്മൾ പറയാൻ കാരണം ഈ പറയുന്ന റാൻഡംനെസ് ന്യൂക്ലിയസിൻ്റെ അകത്ത് ഈ DNA-യിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രെഡിക്റ്റ് ചെയ്തുണ്ടാവുന്നതല്ല. അത് മ്യൂട്ടേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിളായിട്ട് സംഭവിക്കുന്ന ചേഞ്ചുകളാണ്. അത് ക്വാണ്ടം ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ആരും ഡിസൈൻ ചെയ്തോ ഡിറ്റർമിൻ ചെയ്തോ അല്ല. അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഒരുപാട് സ്വഭാവങ്ങളിൽ ഫേവറബിളായിട്ടുള്ള സ്വഭാവം നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ആ ഫേവറബിൾ സ്വഭാവത്തെ ഒന്നും വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ആ സാഹചര്യത്തിലുണ്ടായ റാൻഡമായിട്ടുള്ള ചേഞ്ചുകളാണ് എവല്യൂഷന് കാരണമായത്. സോ എവല്യൂഷനിൽ അത് സ്വാധീനിക്കാറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധത്തിലും ഈ പറയുന്ന റാൻഡംനെസ്സിന് സ്വാധീനമുണ്ട്. അതിനെന്താണ് റീസൺ? നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ, നമ്മുടെ ബുദ്ധി, നമ്മളെ മനുഷ്യനാക്കുന്ന കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് ബ്രെയിനിലാണ് എന്ന് യാതൊരു സംശയവും ആർക്കുമില്ല. കാരണം ബ്രെയിനിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളല്ലാതെ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിക്കിളുകൾ കൊണ്ടാണ്. ഈ പാർട്ടിക്കിളുകൾ പ്രപഞ്ചത്തിലെ മറ്റ് പാർട്ടിക്കിളുകൾ പ്രവർത്തിക്കുന്ന അതേ നിയമങ്ങൾ അനുസരിക്കുന്നതാണ്. അതേ പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ ഇമോഷൻസും ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണം കെമിക്കൽ ഇമ്പൾസുകളും മറ്റ് റിയാക്ഷനുകളും ഒക്കെയാണ്. അപ്പോൾ ഈ പ്രോസസ്സുകളെ എന്തെങ്കിലും സ്വാധീനിക്കുന്നുണ്ടോ? നമ്മുടെ മനുഷ്യ സ്വഭാവം പ്രവചിക്കാൻ കഴിയുന്ന വളരെ വലിയ മാത്തമാറ്റിക്കൽ ഇക്വേഷനുകൾ കണ്ടെത്തിയ ആളുകളുണ്ട്. അത് ഇപ്പോഴത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്താൽ പോലും നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു
ഫ്രീ വിൽ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് നിലനിൽക്കുന്നുണ്ട്. ശരിയാണ്, നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന നോളജിൻ്റെയും അനുഭവങ്ങളുടെയും മുൻപുള്ള സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മളൊരു തീരുമാനമെടുക്കുക. ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിനകത്തെ പാവകൾ പോലെ ഇതിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ അങ്ങനെ ഒന്ന് ലാപ്ലേസ് ഡിമോണി പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് ഫ്രീ വില്ലില്ല. ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം എങ്ങനെ സംഭവിക്കണമോ അതുപോലെ നടന്നു പോകുന്നു. 2, മുൻപത്തെ അനുഭവത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തലച്ചോറ് ചിന്തിക്കുക എങ്ങനെ തന്നെ ഇതും സൂക്ഷിക്കുക, അല്ലെങ്കിൽ കഴിയുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ സുരക്ഷിതമായ മാനദണ്ഡങ്ങളും വശങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം അന്ന് അബദ്ധം പറ്റിയെങ്കിലും ഇപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിക്കും. ഇതൊക്കെയാണല്ലോ നമ്മുടെ തീരുമാനങ്ങൾ. പക്ഷേ ഫ്രീ വിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടറുകളുടെ സ്വാധീനമില്ലാതെ നമ്മുടെ തലച്ചോറുകളും നമ്മുടെ അതിനകത്തുള്ള പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇല്ലാത്ത രീതിയിൽ അത് മുൻപുള്ള അനുഭവങ്ങളും കാരണങ്ങളും ഒക്കെ നമ്മളെ സ്വാധീനിക്കുമെങ്കിലും ആ അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിലാണെങ്കിൽ പോലും നമ്മളെടുക്കുന്ന തീരുമാനം നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾ തന്നെയാണോ എന്ന ചോദ്യമാണ് ഫ്രീ വില്ലിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഫ്രീ വിൽ എന്ന് പറയുന്നത് ഇല്യൂഷൻ ആണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ബ്രെയിനകത്ത് നടക്കുന്ന ആഴത്തിലുള്ള നമ്മുടെ ഫീലിങ്ങുകളും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ എക്സ്ചേഞ്ചുകളും ന്യൂറൽ പാത്ത് വേകളും ഒക്കെ തന്നെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് ഒരു ഡിറ്റർമിനിസ്റ്റിക് പെർസ്പെക്റ്റീവിലല്ല എന്നാണ് പലപ്പോഴും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അല്ല എന്ന് 100% പറയാൻ പറ്റിയ ഡാറ്റയൊന്നുമില്ല. കാരണം നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. തലച്ചോറിനകത്ത് കയറിയിട്ട് അതെങ്ങനെ സംഭവിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ന്യൂറോണുകളും സെല്ലുകളും അതിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളും നമ്മുടെ മെമ്മറികളും അടങ്ങിയ വളരെ വളരെ സങ്കീർണമായ, പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു അവയവത്തിൻ്റെ അകത്തുണ്ടാകുന്ന തീരുമാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നോർക്കുക. പക്ഷേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ, മെമ്മറി ഫോർമേഷൻ, നമ്മുടെ സ്വഭാവം പ്രഡിക്റ്റ് ചെയ്യുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഏറെക്കുറെ മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ തന്നെ വിജയിച്ചിട്ടുണ്ട് എങ്കിലും ചില പാറ്റേണുകൾ കാണാൻ കഴിയുമെങ്കിലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറെക്കുറെ നമുക്ക് എത്തുന്നതിനേക്കാൾ കൂടുതൽ ദൂരെ നിൽക്കുന്ന ഒരു ഘടകമാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ട്രിഗർ ആകുന്ന ഒന്നിലധികം ഈവൻസുകളുടെ, കെമിക്കൽ റിയാക്ഷനുകളുടെ, ന്യൂറൽ ഇമ്പൾസുകളുടെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ഒരു പർട്ടിക്കുലർ ഡിസിഷനിലേക്ക് ഒരാൾ ബയാസ് ചെയ്യുന്നത്, ഒരാൾ തിരിയുന്നത്. അയാൾ മറ്റതിലേക്കും തിരിയാൻ സാധ്യതയുണ്ടായിരുന്നു, പക്ഷേ ആ സാഹചര്യത്തിൽ അയാൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോഴാണ് അത് ഫ്രീ വില്ലാവുന്നത്, ചോയ്സ് ആവുന്നത്. ചോയ്സ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന ഒരു കണ്ടീഷനിങ് അല്ല. കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചോയ്സോ ഫ്രീ വില്ലോ ഒന്നുമില്ല. ഒരാളൊരു പ്രത്യേക രീതിയിൽ മാത്രമേ വർക്ക് ചെയ്യാവൂ എന്ന് പറയുമ്പോൾ അത് ഫ്രീ വില്ലല്ല, അത് ഡിറ്റർമിനിസമാണ്, കണ്ടീഷനിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ മാറ്റാൻ അല്ലെങ്കിൽ ഡിസിഷൻ മാറ്റാൻ കഴിയുന്ന ഫ്ലെക്സിബിലിറ്റി നിലനിൽക്കുന്നുണ്ട് എങ്കിലാണ് നമുക്കതിനെ ഫ്രീ വിൽ എന്ന് പറയാൻ കഴിയുക. അത്തരത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ബ്രെയിനിന് സാധിക്കും എന്ന് തന്നെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലി കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് തീരുമാനമെടുക്കുകയും അതൊരു വലിയ കളക്റ്റീവായിട്ടുള്ള ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഐഡിയ ഓഫ് എമർജൻസ് എന്ന് പറയുന്നത് സത്യത്തിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടുള്ള കമ്പോണൻസിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ വെള്ളത്തെ നോക്കിക്കഴിഞ്ഞാൽ, വെള്ളം എന്ന് പറയുന്നത് നനയ്ക്കാൻ ശേഷിയുള്ള നമുക്കൊരു വെള്ളത്തിൻ്റെ എക്സ്പീരിയൻസ് തരുന്ന ഒരു പദാർത്ഥമാണല്ലോ. അത് കയ്യിലെടുക്കുമ്പോൾ വെള്ളത്തെ പോലെ ഇരിക്കുന്ന ഏത് പദാർത്ഥം എടുത്താലും ഏകദേശം അതേ എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോൾ എണ്ണ എടുത്താലും മണ്ണെണ്ണ എടുത്താലും വെള്ളത്തിൻ്റെ അതേ പ്രോപ്പർട്ടി അല്ലെങ്കിലും ആ ഒരു വെറ്റിനെസ് പോലെയുള്ള കാര്യം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ വെള്ളത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന H2O എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ മോളിക്യൂളിനെ എടുത്താൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അറിയാൻ കഴിയില്ല. അതായത് സിമ്പിൾ മോളിക്യൂളിന് ആ ഒരു സ്വഭാവമില്ല. എന്നാൽ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റമായി മാറുമ്പോൾ അതിനകത്ത് എമർജൻസ് ഉണ്ടാകുന്നു. അതിലൂടെ അത് ഈ ഒരു സ്വഭാവം പുറത്ത് കാണിക്കുന്നു. അപ്പോൾ എമർജൻസ് ഫിനോമിന ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ജീവൻ എന്ന് പറയുന്നത്, കാലാവസ്ഥ എന്ന് പറയുന്നത്, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ കോംപ്ലക്സ് ആയ സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് ഇവോൾവ് ചെയ്യുന്നു, കോൺഷ്യസ്നെസ് ഇവോൾവ് ചെയ്യുന്നു, സ്വഭാവം ഇവോൾവ് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി അവിടെയാണ് ഡിറ്റർമിനിസത്തേക്കാൾ കൂടുതൽ റാൻഡംനെസ് കടന്നു വരുന്നത്. സിമ്പിളായിട്ടുള്ള റൂൾ ബൗണ്ടഡ് ആയിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കുന്ന പാർട്ടുകൾ ചേർന്ന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊന്നാണ് ഡീകപ്ലിംഗ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തെ പഠിക്കാൻ നമ്മൾ അതിൻ്റെ മൈക്രോസ്കോപ്പിക് ഡീറ്റെയിൽസ് നോക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് കടൽ എങ്ങനെ ചലിക്കുന്നു എന്നറിയാൻ നമ്മൾ വെള്ളത്തിൻ്റെ മോളിക്യൂളുകളെ ഓരോന്നിനെയും പഠിക്കേണ്ട കാര്യമുണ്ടോ?
അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അകത്ത് കയറി മനുഷ്യൻ്റെ ബ്രെയിൻ മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതായത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ സ്കെയിൽ ഓഫ് അനാലിസിസ് പ്രധാനമായിട്ടും ഉപയോഗിക്കണം. ബയോളജി മനസ്സിലാക്കേണ്ട സ്ഥാനത്ത് നമുക്ക് അറ്റോമിക് ഫിസിക്സിലേക്ക് കടന്നു ചെല്ലേണ്ട കാര്യമില്ല. പ്ലാനറ്റുകൾ എങ്ങനെ ചലിക്കുന്നു എന്നറിയാൻ പ്ലാനറ്റിലുള്ള സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന മണ്ണിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ ഇൻറ്ററാക്ഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ലാർജ് സ്കെയിൽ സ്റ്റഡീസ് സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഡിറ്റർമിനിസത്തെക്കുറിച്ച് പറയുമ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിച്ചത് സത്യത്തിൽ ഈ ഫ്രീ വിൽ എന്ന് പറയുന്നതാണോ അതോ ഡിറ്റർമിനിസം എന്ന് പറയുന്നതാണോ സയൻറ്റിഫിക്കലി നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ലാർജ് സ്കെയിലിൽ നോക്കുന്ന സമയത്ത് അത് ഡിറ്റർമിനിസ്റ്റിക് യൂണിവേഴ്സായിട്ട് തോന്നും. അല്ലെങ്കിൽ ഭൗതികശാസ്ത്രത്തിൻ്റെ നിയമങ്ങളും ഇക്വേഷനുകളും ഒക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ചെറിയ തലത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിലേക്ക് കടന്നു വരുന്ന സമയത്ത് ചോയ്സ് നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രൂപത്തിൽ ഇവോൾവ് ചെയ്ത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് ലാർജ് സ്കെയിലിൽ പ്രെഡിക്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത പല കാര്യങ്ങളും ക്വാണ്ടം മെക്കാനിക്കൽ തലത്തിലുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ റീസണബിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷേ എന്നാലും നമ്മുടെ ബ്രെയിനിൻ്റെയൊക്കെ പ്രവർത്തനവും തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ കാണിക്കുന്ന സ്വതന്ത്രതയും അല്ലെങ്കിൽ സ്വന്തം ഇച്ഛയെക്കുറിച്ചുള്ള സംസാരവും ഒക്കെ തന്നെ കുറേ അധികം കാലം അൺപ്രഡിക്റ്റബിളായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.